ചെറുപ്പക്കാർ പറയും, ഉസ്താദ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളയാണ്. കാരണം എന്താ? ഞാനിപ്പോ 24 മണിക്കൂറും സുബ്ഹാനല്ലാഹ് 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 പാട്ടല്ലേ അല്ലേ? ഇതിൽ 24 മണിക്കൂർ എന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് നടക്കാണ്. ആ ഒരു അള്ളയല്ല പറഞ്ഞത്, മറിച്ച് പ്രതിസന്ധികൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും മാത്രം കൈ ഉയർത്തി നിങ്ങൾ വിളിക്കുന്ന അള്ളാഹുവിനെയല്ല സ്നേഹിക്കുന്ന കാര്യം നാം പറഞ്ഞത്. ആ പടച്ചതമ്പുരാന്റെ കരുണ, അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ തൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ തമ്പുരാനെ മനസ്സിലാക്കാനും അള്ളാഹുവിന് വഴിപ്പെടാനുമുള്ള മാനസികമായ സന്തോഷമായ ധൈര്യം നമുക്കുണ്ടായിരിക്കണം. എങ്കിലേ നമ്മൾ ചോദിക്കുമ്പോ അള്ളാഹു നമുക്ക് മറുപടി തരൂ. എങ്കിലേ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് നടത്തി തരൂ. അള്ളാഹുവിന്റെ സ്നേഹം മതിവരുവോളം നമുക്ക് അള്ളാഹു തരട്ടെ. പ്രതിസന്ധികൾ വരുമ്പോ മാത്രം അള്ളാഹനെ വിളിച്ചാ പോരാ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പടച്ചതമ്പുരാനെ സ്നേഹിക്കാനുള്ള മാനസികമായ ധൈര്യമുണ്ടാകണം. നിങ്ങൾക്കറിയോ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ പ്രഥമ പടികളെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ പേര് ജീവിതം നയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അബൂജഹൽ പറഞ്ഞിട്ടുണ്ടാ, അയ്യാഹൂനാലർക്കത്താൽ കുറശികളൊത്തൊരുമിത്തവർ പാടി അനാഥയാലിവനാണോ നബിയായി വന്നോ, ധനവും പ്രതാപവും നമ്മളിലാണ്, രാജാക്കം ഞങ്ങളിൽ പെട്ടവരാണ്, നേതാക്കൾ ഞങ്ങളിൽ ഉള്ളവരാണ്, എന്നിട്ട് എത്തിമായോ നബിയായി വന്നോ, ഇപ്പോഴീ മിസ്കീനായോ നബിയായി വന്നോ. മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ പ്രവാചകനല്ല ഭ്രാന്തനാണെന്ന് മുദ്രാവാക്യം വിളിച്ച് അബൂജഹൽ തന്റെ പിന്നാലെ 10,000 അണിനിരത്തിയപ്പോൾ ഹബീബായ പ്രവാചകൻ ഈ ലോകത്ത് സർവേശ്വരനാണ് തമ്പുരാന്റെ കൽപ്പന പ്രകാരം ജീവിതത്തിന്റെ സായം സന്ധികള് സർവേശ്വരന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഒരു യാത്രവേളയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കൊന്നുകുടിച്ചു മൂടുവാനായി, ആ പ്രവാചകന്റെ കഴുപ്പ് വെട്ടിയെടുക്കാനായി, ആ പ്രവാചകന്റെ കൈകാലുകൾ വെട്ടിയെടുപ്പിട്ട് ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ ശത്രുവിന്റെ സങ്കേതത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തോ അവർ കോശാനവാടിയിട്ടവരുടെ സമ്പാദനങ്ങൾ വാരിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു ജൂതനാര സഹോദരനെ ആ മുത്തുനബി യുദ്ധം കഴിഞ്ഞു വന്ന് വിശ്രമിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് യുദ്ധം കഴിഞ്ഞു വന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. ആ വിശ്രമവേളയിൽ സഹാബികൾ ആരും അടുത്തില്ല. ഒരു മനുഷ്യൻ വന്നുകൊണ്ട്, ശത്രുവിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തൂക്കിയിട്ടിരുന്ന മൂർച്ചയേറിയ വാളുറയിൽ നിന്ന് ഊഴിയെടുത്തുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകന്റെ കഴുത്തിലേക്ക് ആ വാൾത്തുമ്പ വെച്ചുകൊണ്ട് ചോദിച്ചു, മുഹമ്മദ്, ഏ മുഹമ്മദേ, എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ ആരാ ഉള്ളത്? നീ പറഞ്ഞല്ലോ വിരലിൽ പിടിച്ച നിന്റെ കൂടെ വരുന്ന ചുണക്കുട്ടന്മാരാരെ ഇസ്സത്തുണ്ട് എന്ന് നീ അവകാശപ്പെടുന്ന സഹാബികൾ ഇതിന്റെ പരിസരങ്ങളിലായി വിശ്രമവേളയിലാണ്. അല്ലാഹുവിന്റെ നബിയോട് ചോദിക്കുന്നു, മുഹമ്മദേ, ആരാ നിന്നെ രക്ഷപ്പെടുത്താനുള്ളേ? ഞാനിപ്പോ നിന്റെ കഴുത്ത് കഷണമാക്കുമെന്ന് പറഞ്ഞപ്പോ, നിന്റെ ശരീരം തുണ്ടുതുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ കിടന്നുകൊണ്ട് ചിന്തിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബിന് ആരെയും വിളിച്ചു ചോദിക്കേണ്ടി വന്നില്ല, ആരാ എന്നെ സഹായിക്കാനുള്ളതെന്ന്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അത്യുച്ചത്തിൽ പറഞ്ഞു, എന്റെ അല്ലാഹ് എന്നെ രക്ഷിക്കുമെന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ശത്രുവിന്റെ കയ്യിലിരുന്ന വാള് നിലത്ത് വന്ന് വീണു. അള്ളാന്റെ ഹബീബ് ആ വാള് കൈക്കലാക്കിയിട്ട് ജൂതനാര മനുഷ്യനെ മലത്തിയെടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് ആ വാൾത്തുമ്പ് വെച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? അയാള് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങൾ മാത്രമാണുള്ളത്. മുഹമ്മദേ, നിങ്ങൾ മാത്രമാണുള്ളത്, വേറെ ആരുമില്ല. അള്ളാഹു ഉണ്ടോ എന്ന് ഒരൊറ്റ ശബ്ദത്തിൽ അല്ലാ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ അള്ളാഹുവിന്റെ സഹാരം വന്നു. ആ പേര് കേട്ടപ്പോ പേടിച്ച് വിറച്ചു പോയി. എന്തുകൊണ്ടാ?
ഭർത്താവിന്റെ പൈസ വരാത്തപ്പോ മാത്രം പള്ളിക്ക് പൈസ കൊടുത്തത് കൊണ്ടല്ല. ഭർത്താവിന് വണ്ടി ആക്സിഡന്റ് സംഭവിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ മക്കൾക്ക് രോഗമാണെന്ന് പറഞ്ഞു, പ്രയാസമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് മാത്രം മുഹീദ്ദീൻ മാല പാടാനും മൗലിദ് ഓതാനും ഖുർആൻ ഓതാനും സദഖ ചെയ്യാനും നിസ്കരിക്കാനും മനസ്സ് കാണിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ യഥാർത്ഥ പ്രയാസത്തിന്റെ സമയത്ത് അള്ളാന്റെ സഹായം വരണമെന്നില്ല. ജീവിതത്തിൽ എത്ര നമ്മൾ സന്തോഷിച്ചാലും, എത്ര ആഹ്ലാദത്തിന്റെ അതിർവരമ്പുകൾ കടന്നു പോരാലും, അഹദവനായ റബ്ബിനെ അകതാരന്റെ അകക്കാമ്പിൽ ആണിയറച്ച് തണുപ്പിച്ചു വെക്കാനുള്ള ഈമാനികമായ ആവേശം നിനക്കുണ്ടാകുന്നത് വരെ നിന്റെ സുജൂദിന്റെ മാധുര്യമറിയാ നിനക്ക് കഴിയില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ അതുവരെ നിനക്കതിന് കഴിയില്ല. നമുക്കതിന് കഴിയണം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ അല്ലാഹ്, ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ അല്ലാഹ്. എന്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ചൊരിഞ്ഞു തന്ന, എന്റെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന എന്റെ അല്ലാഹ്, ആ റബ്ബിലുള്ള പ്രതീക്ഷ നമുക്ക് മങ്ങാൻ പാടില്ല. നമ്മളെ പരീക്ഷിക്കും, നമുക്ക് അള്ളാഹുവിനെ പരീക്ഷിക്കാനുള്ള അർഹതയില്ല. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ഒരുപാട് പരീക്ഷണത്തിന്റെ മേഖലകൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. ആ മേഖലകളിലൊക്കെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ, നീ തന്നെയാണ് വലിയവൻ, നിന്നെ കഴിഞ്ഞുള്ള ഈ ദുനിയാവിൽ നീ കാര്യമുള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. എങ്കിലേ നമ്മുടെ ഇബാദത്ത് കൊണ്ട് ഈമാനിന്റെ മാധുര്യം നുകരാൻ നമുക്ക് കഴിയൂ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ذلك فأولئك هم الخاسرون. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്തുകൾ, ഇതൊന്നും അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തള്ളി മാറ്റാതിരിക്കട്ടെ, നിങ്ങളെ തടഞ്ഞു നിർത്താതിരിക്കട്ടെ. ഇനി ഒരുപക്ഷേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ സമ്പത്തിന് വേണ്ടി അള്ളാഹുവിനുള്ള ആരാധനകളെ, ഇബാദത്തുകളെ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ആ ഒരു വിഭാഗം പരാജയപ്പെട്ടു പോയി. സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല ആ ബഹുമാനപ്പെട്ട മഹാനുഭാവൻ കച്ചവടമാണ്. തന്റെ മുമ്പിലേക്ക് ജനങ്ങൾ വരുമ്പോൾ താൻ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് അവര് വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിധം കൊണ്ട് ജീവിതം നയിക്കുന്ന സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല ആ ബഹുമാനപ്പെട്ടവര് കടയിൽ കച്ചവടത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ മുമ്പിലേക്ക് സാധനം വാങ്ങാൻ ആള് ഒരുപാട് വരാറുണ്ട്. കാരണം എന്താ? അവിടെ കള്ളമില്ല, കവചമില്ല. ഈമാനുള്ള മനുഷ്യനായതുകൊണ്ട്, മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഇടപാടായതുകൊണ്ട് ക്ലിയർ ഇടപാടാണ്. അവിടെ കള്ളമില്ല, കവചമില്ല, ഒന്നുമില്ല. കച്ചവടത്തിൽ നമ്മൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല. സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പവിത്രമായ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാഹ്, നമസ്കാരത്തിന്റെ വിളി കേൾക്കാറുണ്ട്. എത്രയോ പ്രാവശ്യം തട്ടത്തുമല മുസ്ലിം ജമാഅത്തിന്റെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാത്തും ഹയ്യ അലൽ ഫലാഹും ഇടതടവില്ലാതെ കേട്ടുകൊണ്ട് സീരിയൽ കണ്ടവരാൻ, അത് കേട്ടുകൊണ്ട് കച്ചവടം ചെയ്തവരാൻ, അത് കേട്ടുകൊണ്ട് സിനിമ കണ്ടവരാൻ, അത് കേട്ടുകൊണ്ട് ഫസാദ് പറഞ്ഞവരാൻ. സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് എല്ലാം അവിടെ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ ചോദിക്കുന്നു, എവിടേക്കാണ്? മറുപടിയില്ല. സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നമസ്കാരം നിർവഹിച്ച് മടങ്ങി വരുമ്പോ ജനങ്ങൾ എവിടെയുണ്ട്? അവര് പറയുന്നു, അല്ലയോ ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ എവിടേക്കാണ് പോയത്? ഞങ്ങൾ നിങ്ങളുടെ തുറന്നു കിടക്കുന്ന ഈ കടയ്ക്ക് മുന്നിൽ എത്രയോ സമയം കൊണ്ട് കാത്തിരിക്കുന്നു, നിങ്ങൾ എവിടെയാ പോയത്? ബഹുമാനപ്പെട്ട സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ആ ചോദ്യം കേട്ടപ്പോ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകിപ്പോയി. ബഹുമാനപ്പെട്ടവര് പറയുന്നു, എന്റെ റബ്ബെന്നെ വിളിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ പറ്റാത്ത തിരക്കെനിക്ക് എന്താണെന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞു പോരാ. സലീമുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിന്റെ മാധുര്യം നമുക്ക് നേടിയെടുക്കണ്ടേ പ്രിയമുള്ളവരെ? ബഹുമാനപ്പെട്ട ശിബിലി റഹിമഹുല്ലാഹ്
ഈ ലോകത്ത് എത്രയോ ഈമാനികങ്ങളായ വിപ്ലവം പടച്ച ബഹുമാനപ്പെട്ട ശിബിലി റഹിമഹുല്ലാഹ് വിട പറഞ്ഞു പോകാൻ സമയത്ത് ബഹുമാനപ്പെട്ടവര് കരയുകയാണ്, വല്ലാതെ കരയുകയാണ്. മാനസികമായി കരഞ്ഞ് 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 അണക്കെട്ടുകളെ പൊട്ടി ഒഴുകുന്ന പോലെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകി ഒഴുക്കുമ്പോ ബഹുമാനപ്പെട്ട ശിബിലി റഹിമഹുല്ലാഹയോട് ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നു, ഉസ്താദേ നിങ്ങളെന്തിനാ കരയുന്നത്? നിങ്ങളുടെ മരണമോർത്തിട്ട് നിങ്ങളെന്തിനാ കരയുന്നത്? ആ മരണത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ പണിയെടുത്തത്? ആ മരണം ഹൈറാവാൻ വേണ്ടി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട ശിബിലി നിങ്ങളെന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഇമാമുനാ ശിബിലി റഹിമഹുല്ലാഹ് തന്റെ പ്രിയങ്കരനായ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുത്തതെന്താ? എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ റൂഹ് പിരിഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് കഫൻ പറഞ്ഞിട്ടോ എന്റെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി നിങ്ങൾ അടക്കം ചെയ്താൽ എനിക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമോർത്തുകൊണ്ടാ ഞാൻ കരയുന്നത്. ഭൗതികമായ ചുറ്റുപാടുകൊണ്ട് ജീവിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കും, നമ്മൾ പിരിയുന്ന മക്കളെ ഓർത്തായിരിക്കും, നമ്മൾ പിരിയാൻ പോകുന്ന ഭാര്യ ഓർത്തുകൊണ്ടായിരിക്കും. അല്ല, ഇമാമുനാ ശിബിലി റഹിമഹുല്ലാഹ് പൊട്ടിക്കരന്നുകൊണ്ട് ശിഷ്യഗണങ്ങളോട് പറയുന്നു, എല്ലാ പാതിരാത്രിയിലും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, എല്ലാ പാതിരാത്രിയിലും അന്തരീക്ഷങ്ങൾ വരെ മോഹമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണു തുറക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ, എത്ര കോച്ചുന്ന തണുപ്പാണെങ്കിലും എന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ പോയി ശുദ്ധീകരണം നടത്താറുണ്ട്, ഞാൻ വുളൂ ചെയ്യാറുണ്ട്. ഞാൻ വുളൂ ചെയ്തിട്ട് എന്റെ വീടിന്റെ അകത്ത് ഞാനൊരു മുസല്ല വിരച്ചിട്ട് അതിനകത്ത് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നമസ്കരിക്കാറുണ്ട്. ആ നമസ്കാരത്തിന്റെ മാധുര്യം എത്രയോ വലുതാ. ആ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാ, ആ നമസ്കാരത്തിന് വേണ്ടി ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ, ആ നമസ്കാരത്തിന്റെ അദ്കാറുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ആ നമസ്കാരത്തിന്റെ സൂറത്തുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ മധുരം എത്രയോ വലുതാണ്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ, ഇന്ന് ഈ ശിബിലി മരണപ്പെട്ടു പോരാൽ, ഇന്ന് ഈ ശിബിലിയുടെ റൂഹ് പിരിഞ്ഞു പോയാൽ, ഇന്ന് മുതൽ എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ഖബറിന്റെ അകത്ത് എനിക്ക് തഹജ്ജുദിനുള്ള അവസരമില്ലല്ലോ. അതോർത്തുകൊണ്ടാ ഞാൻ കരയുന്നതെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ അനുയാരികളായ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, തഹജ്ജുദ് പോട്ടെ, ഫർദ് നമസ്കാരങ്ങൾ പോട്ടെ, ഒരു മോമിനായിട്ട് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടാൻ നമുക്ക് കഴിയോ? ഈമാനിന്റെ മാധുര്യം നേടാ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ വെറുതെ അത് കിട്ടില്ല. പരിശ്രമിക്കാതെ ഈ ലോകത്തൊരു മത്സരം ഈമാനിന്റെ മാധുര്യം എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപാട് പരിശ്രമിക്കുമ്പോഴാണ് ഇത് കിട്ടുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് വേണ്ടി ഓടി വരികയാ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിന്നാണ് എല്ലാ വഖത്തും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുന്നത്. ഒരു ദിവസം താൻ വാങ്ങിയ പുതിയ ഒരു ഈന്തപ്പനത്തോട്ടത്തില് വെള്ളം തെളിക്കുന്നതിന് വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോയി. മടങ്ങി വരാൻ സ്വല്പം താമസിച്ചു. മടങ്ങി വരാൻ കുറച്ച് താമസമെടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹിന്റെ പള്ളിയുടെ മുമ്പിൽ വന്നു. അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമസ്കരിച്ച് തീർന്നു, സലാം വിട്ടുകയാണ്. അസ്ര നമസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം വീട്ടുന്ന രംഗം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ടു. കരൾ കലങ്ങിപ്പോയി. അവിടെ നിന്നിറങ്ങി പള്ളിയുടെ തിണ്ണയിൽ വന്നിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞു. ഒത്തിരി നേരം കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കരഞ്ഞ് പ്രവാചകൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, എന്റെ ഒരു തോട്ടം ഇസ്ലാമിന് വേണ്ടി ഞാനിതാ ദാനം ചെയ്യുകയാണ്. എന്റെ ഒരു തോട്ടം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കോടികൾ വിലമതിക്കുന്ന എത്ര ലക്ഷക്കണക്കിന് എന്തൊക്കെ നേട്ടങ്ങൾ ആ തോട്ടം കൊണ്ട് എനിക്ക് ഉണ്ടാകുന്നെങ്കിലും അത് മുഴുവനും അള്ളാഹുവിന് വേണ്ടി ഞാനിതാ സ്വതക്ക ചെയ്യുന്നു. ഇനി എനിക്ക് ആ വസ്തു വേണ്ട. അള്ളാഹിന്റെ ഹബീബ് ചോദിച്ചു, എന്താ ഉമറെ, വല്ലാതെ മുഖം വല്ലാതെ വിരണ്ടിരിക്കുകയാണല്ലോ, വിളറിയിരിക്കുകയാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, എന്റെ നമസ്കാരം അള്ളാഹിന്റെ ഹബീബേ, നിങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ
അതിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന എന്റെ ഒരു അസുര നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് അതായിട്ടത് നമസ്കരിക്കാം, പക്ഷേ മുത്തുനബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നബിയെ, ഞാൻ ആ തോട്ടത്തിൽ വെള്ളം തെളിക്കാൻ പോരുന്നത് കൊണ്ടാ ഇനി എനിക്ക് ആ തോട്ടം വേണ്ട, അത് ഇസ്ലാമിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ നമ്മൾ ആലോചിക്കണം, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എത്രത്തോളം അവർ ഉൾക്കൊണ്ടു എന്ന്. ലാ തുൽഹിക്കും വാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട്, അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് തടയാൻ വേണ്ടി ആകരുത് നമ്മുടെ ഈ സ്വത്തും നമ്മുടെ ഈ സമ്പാദ്യവും ഒന്നും. അള്ളാഹു നമ്മെ അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്തിനെക്കാലം അള്ളാഹുവിനെ നമ്മൾ പ്രിയം വെക്കണം, എന്തിനെക്കാലം നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കണം. പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിനെയും അതുപോലെ തന്നെ സ്നേഹിക്കണം. ഇത് പറയുമ്പോൾ ചിലർക്ക് സഹിക്കൂല. അള്ളാഹെ സ്നേഹിച്ചാ പോരെ, നബി എന്തിനാ നമ്മൾ സ്നേഹിക്കുന്നത്? എന്റെ മഹലിൽ എത്തരം ആൾക്കാരുണ്ടാവരുത്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉണ്ടെങ്കിൽ അത് വളരാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ പറയാം, അത് വളരാൻ ഞാൻ അനുവദിക്കില്ല. അത് വളരുകയാണെങ്കിൽ, ഞാൻ അറിയാതെ വളരുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കും അതിനെ തകർക്കാൻ. പക്ഷെ അത് തകർന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. കാരണം ആ നാട്ടിൽ അള്ളാന്റെ ശാപം ഉണ്ടാകും, ഒരു സംശയമില്ല. റസൂലില്ലാതെ ഒരു അള്ളയില്ല ഇവിടെ, അള്ളാന്റെ റസൂലില്ലാതെ ഒരു ദീൻ ഇവിടെ ഇല്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ, ആ തങ്ങളിലൂടെയല്ലാതെ ഈമാനിന്റെ ഒരു പൂർണ്ണതയും ലോകത്തൊരു മനുഷ്യനും നേടൂല. അവനിനി മൈക്ക് കെട്ടിവെച്ച് എത്ര ഘോരം ഏത് ലോകത്തിന്റെ ഏത് കോണിൽ പോയി പ്രസംഗിച്ച് കോടാനുകോടി ജനങ്ങളുടെ കയ്യടി വാങ്ങിയാലും ശരി, മുത്തുനബിയുടെ പേര് പറയാതെ, പേര് പറഞ്ഞ സലാത്തിനല്ലാതെ, അള്ളാന്റെ ഹബീബിനെ ഇഷ്ടം വെക്കാതെ ലോകത്തൊരു മനുഷ്യനും ഈമാനികമായി വളരില്ല, ഉയരില്ല. അള്ളാഹു അത്തരക്കാരെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിനെ ഇഷ്ടം വെക്കണം, പ്രവാചകനെ പ്രിയം വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം പരത്തിയിട്ടുണ്ട് ഈ ലോകം മുഴുവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തിനേക്കാളും ഇഷ്ടം വെക്കാൻ, അള്ള കഴിഞ്ഞാൽ പിന്നെ അവന്റെ റസൂല്, ആ ഒരു സ്നേഹം നമുക്ക് ഉണ്ടാവണം. ഇത് പറയുമ്പോ ചില ചെറുപ്പക്കാർ പറയും, അതല്ലേ ഉസ്താദെ നമ്മൾ നബിദിനാവുമ്പോ ഇവിടെ തകർക്ക അല്ലേ, നമ്മൾ നബിദിനാവുമ്പോ അടിച്ചു പൊളിക്കുന്നതല്ലേ. എന്തിനാ അടിച്ചു പൊളിക്കുന്നേ? നബിദിനാവുമ്പോ ചില ചെറുപ്പക്കാരുണ്ട്, ചില സഹോദരങ്ങളുണ്ട്, ഞരമ്പിൽ ഒരു സ്ഥലം ഉണ്ടാവില്ല റിബൺ കെട്ടാൻ, എല്ലായിടത്തും ഓരോ റിബൻ അങ്ങോട്ട് കെട്ടും. എന്നിട്ട് വലിയൊരു DCM പിടിച്ചൊരു 500 ബോക്സും അങ്ങോട്ട് എടുത്ത് വെച്ച്, ഞാൻ ഈ അടുത്ത് കിള്ളിയിൽ നബിദിനത്തിന്റെ തലേ ദിവസം വാഴുന്നുണ്ടായിരുന്നു. ആ വാന്ന് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് നബിദിനാഘോഷം നടക്കുകയാണ് ഒരു സ്ഥലത്ത്. പാതിരാത്രി 1 മണി അടുപ്പിച്ചാവും നബിദിനാഘോഷം, വമ്പം പ്രകടനം നടക്കുക. പ്രിയമുള്ളവരെ, ചെറുപ്പക്കാര് വരിവരിയാ നിന്നുകൊണ്ട് കാല് നിലത്തുറയ്ക്കുന്നില്ല, ബോക്സിൽ നിറച്ച് പാട്ടാ. നമ്മൾ ആലോചിക്കണം, ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ ഒരു ആഘോഷത്തിനോട് വ്യക്തിപരമായെന്ന് മാത്രമല്ല പണ്ഡിത സമൂഹം മുഴുവനും എതിരാ. പണ്ട് കാലത്തൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ. രാത്രി ആയിക്കഴിഞ്ഞാൽ മക്കൾ നിർബന്ധം പിടിച്ച് കരയുമ്പോ ഉമ്മമാര് പറയും മോനെ വാടാ, അല്ലെങ്കിൽ ഉമ്മമാര് പറയും മക്കളെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി നല്ല മനോഹരമായിട്ട് കുറച്ച് സലാത്തൊക്കെ ചൊല്ലി പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കും. മദീനയിലൊരു വഴിയോരത്ത് മഹ്മൂദർ പോകുന്ന നേരത്ത് വിറകുമായി വടിയുടെ ചാരത്ത് ഇരിപ്പാണ് പാവമൊരു മാമാ, വെയിലിന്റെ കൊടുമയി തളർന്നല്ലോ, വെള്ളം പോലും കുടിക്കുവാനില്ലല്ലോ. മനോഹരമായിട്ട് ഉമ്മമാര് പാടിക്കൊടുക്കും. ഇത് കേട്ട് നമ്മുടെ മക്കള് ആവേശത്തോടെ വീണ്ടും 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസമൊക്കെ ഉമ്മാടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. എന്തിനാ? ഇത് കേൾക്കാനുള്ള ആവേശം, ഈ കഥയറിയാനുള്ള സന്തോഷം. ഇന്ന് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം ചോദിച്ചാൽ അറിയില്ല. ഇന്ന് നമ്മുടെ പൊന്നാര മക്കളോട് മുത്തുനബിയുടെ സന്താനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, ഭാര്യമാരെ കുറിച്ച് ചോദിച്ചാൽ, ഹിജറയെ കുറിച്ച് ചോദിച്ചാൽ, വഫാത്തിനെ കുറിച്ച് ചോദിച്ചാൽ, നബുവത്തിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്കറിയില്ല. ചോദിച്ചു നോക്ക്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കല്യാണം എന്നാന്ന് ചോദിച്ചു നോക്ക്, ഇപ്പൊ പറയവര്. ഗാംഗുലി എത്ര പെണ്ണിട്ടിന്ന് ചോദിച്ചു നോക്ക്, ഇപ്പൊ പറയവര്. ഏത് മഹല്ലിപ്പെട്ടാണെന്ന് വരെ പറഞ്ഞു തരും. ഇത് മുഴുവനും നമ്മുടെ മക്കൾക്കറിയാം. പക്ഷേ അള്ളാന്റെ ഹബീബ് കരളിന്റെ കാതലായി സൂക്ഷിക്കേണ്ടുന്ന മുത്തുനബി, ആ മുത്തുനബിയെ കുറിച്ചുള്ള വിവരം കുറഞ്ഞു പോയി. എന്തുകൊണ്ടാ? നമ്മുടെ സമുദായത്തിൽ ഈമാനിന്റെ മാധുര്യം ലവലേശം പോലും തൊട്ട് ചീണ്ടിയിട്ടില്ല എന്നതിന്റെ അടയാളമാണ്.
ഈമാനിന്റെ മാധുര്യം ഇല്ല, അത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആവേശത്തോടെ സന്തോഷത്തോടെ എനിക്കെന്റെ റസൂലിനെ പ്രിയം വെക്കണം. പിറന്നത് മുതൽ എന്റെ ഉമ്മമാര് പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്തിന്റെ മധുരം നിന്റെ നെഞ്ചിലൂടെ വരുമ്പോഴാണ്, ആ സ്വലാത്തിന്റെ ഓളങ്ങൾ കടലിന്റെ തിരമാലകളെ പോലെ നിന്റെ മനസ്സകത്തെ പിടിച്ചു കുലുക്കുമ്പോഴാ, നിന്റെ ഈമാനിനെ കുളിപ്പിക്കുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അറിയാതെ എല്ലാം മറന്നുകൊണ്ട് റൗളയിലെത്തുക. നമ്മൾ അറിയാതെ എല്ലാം മറന്നുകൊണ്ട് ഹബീബായ പ്രവാചകന്റെ വിശുദ്ധ റൗളയ്ക്ക് മുന്നിൽ പോയി നിന്നുകൊണ്ട് ഹൃദയം പൊട്ടി സലാം പറയുന്നത് കൊണ്ടാ. എങ്ങനാ നമ്മൾ മുത്തുനബിയെ സ്നേഹിക്കേണ്ടതെന്നറിയോ? നമ്മുടെ ജീവിതത്തിലേക്ക് ആ പ്രവാചകന്റെ ചര്യകളെ നമ്മൾ കൊണ്ടുവരാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്തുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ കാണിച്ചു തന്ന ചര്യകളെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ കഴിയണം. മുത്തുനബി പറഞ്ഞു, നീ ചെരുപ്പ് ധരിക്കുമ്പോൾ നിന്റെ വലതുകാലിൽ ആദ്യമായിട്ട് ചെരുപ്പ് ധരിക്കുമ്പോ ബിസ്മി പറയുക, ചെരുപ്പൂരുമ്പോൾ ആദ്യമായി ഇടതുകാലിൽ നിന്ന് ചെരുപ്പൂരുക. നിന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യകൾ നീ പാലിക്കണ്ടുന്ന ശ്രദ്ധിക്കണ്ടുന്ന ഒട്ടനേകം കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിവരയിട്ട് പറയുമ്പോ ആ ചര്യകളെ കാറ്റിൽ പുറത്തിയിട്ട് ഒരു സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ പറ്റൂല. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ജീവിതത്തിന്റെ മേഖലകളെ കുറിച്ച് ചിന്തിക്കാതെ, അതുമായി ബന്ധപ്പെടാതെ, അതിനെ തലോടാതെ, അതിനെ താരാട്ടുപാട്ട് പോലെ ഹൃദയത്തിന് കാത്തു സൂക്ഷിക്കാതെ ഈമാനിന്റെ മാധുര്യം നുകരാ ലോകത്തൊരാൾക്കും കഴിയില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബൂബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂബൈദന്റെ വാപ്പയുണ്ടല്ലോ അവിശ്വാസിയാ, അബൂബൈദന്റെ വാപ്പരാര ജറാഹ് ഉണ്ടല്ലോ അവിശ്വാസിയാ, അവിശ്വാസിയാര ജറാഹ് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ തെറിവിളിക്കുകരാ, അല്ലയോ മുഹമ്മദ് നീ ഭ്രാന്തനാണല്ലോ, മുഹമ്മദേ മുഹമ്മദേ നീ ഭ്രാന്തനാണല്ലോ, നിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട് ജിഹാദ് ചെയ്ത് പരിശ്രമിച്ചോ ആരെങ്കിലും ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോരാ, അവന് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദേ നീ പറഞ്ഞല്ലോ, എങ്കിലും പറഞ്ഞുകൂടാ നിന്റെ മുമ്പിൽ സ്വർഗത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ജറാഹ് വെല്ലുവിളിക്കുന്നതാ പറഞ്ഞു വിടുക, അവന്റെ പല ഞാൻ വെട്ടിയെടുത്തുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാൻ ഞാൻ ഒരുക്കമാണെന്ന് ജറാഹ് വന്നുകൊണ്ട് വെല്ലുവിളി നടത്തുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുന്ന ചുണക്കുട്ടന്മാരാണ് ഇസ്സത്തുള്ള സഹാബികള്. അള്ളാഹുവിന്റെ നബിയെ എന്ന് ചോദിച്ചുകൊണ്ട് ഊരിപ്പിടിച്ച വാൾ കൈയിലിട്ട് എടുത്തു വെച്ചുകൊണ്ട് ചാടി ഇറങ്ങി അള്ളാന്റെ റസൂൽ പറഞ്ഞ അവിടെ ഇരിക്കും മക്കളെ, നിങ്ങൾ ഇപ്പൊ പ്രതികരിക്കേണ്ടവരല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞ അവിടെ ഇരിക്കും മക്കളെ, ആവേശം വന്ന് രക്തത്തിളപ്പ് കൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കരുത്. ജറാഹ് വീണ്ടും ചീത്ത വിളിച്ചു, ജറാഹ് വീണ്ടും വെല്ലുവിളിച്ചു. ആ സമയത്തോ ജറാഹിന്റെ പൊന്നുമോൻ അബൂബൈദ ആ സദസ്സിലിരിപ്പുണ്ട്. അബൂബൈദയുടെ കൈകാലുകൾ ഇങ്ങനെ പെരുത്തുകൊണ്ടുവരുന്നു. എന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തിനേക്കാളും പ്രിയം വെക്കുന്ന എന്റെ മുത്തുനബിയാ അല്ലാഹുവിന്റെ റസൂലിനെ എന്റെ മുഖത്ത് നോക്കി എന്റെ വാപ്പ ചീത്ത വിളിക്കുമ്പോ എങ്ങനെ സഹിക്കാൻ പറ്റും? അബൂബൈദ ശരീരത്തെ പിടിച്ചു നിർത്തി. ജറാഹ് വന്ന് വീണ്ടും അതാ തെറിയഭിഷേകം നടത്തുമ്പോ അബൂബൈദ ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, യോ ഹബീബല്ലാ, എന്റെ വാപ്പന്റെ തലനാൾ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ വാളിന്റെ തോപ്പത്ത് കൊത്തികെട്ട് വലിച്ചെറിയട്ടെ നബിയേ. അവിടെ ഇരിക്കും ഭൂമിത, അവിടെ ഇരിക്ക ഭൂമിത ചെയ്യണ്ട, നിന്റെ വാപ്പയാ, നിന്നെ വാളെടുക്കാൻ പഠിപ്പിച്ചവനാ, നിന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ചവനാ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ആരോഗ്യത്തിന് വേണ്ടി നിന്റെ ഭക്ഷണത്തിന് വേണ്ടി പരിശ്രമിച്ച നിന്റെ വാപ്പയാ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അബൂബൈദ സഹനത്തോടെ ക്ഷമയോടെ ആ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് സഹിച്ച് ക്ഷമിച്ച് അവിടെ ഇരുന്നു. പക്ഷേ ജറാഹ് കൊണ്ടേ പോകും. അബൂബൈദ വീണ്ടും നോക്കുമ്പോ ജറാഹ് വന്നിട്ട് പറയുന്നു, മുഹമ്മദേ എവിടെ പോയി? ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച ഈമാനുള്ള ചുണക്കുട്ടികൾ ഉണ്ടെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞപ്പോ അബൂബൈദ റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ അനുവാദം ചോദിക്കാൻ നിന്നില്ല. തന്റെ കയ്യിലെ കൂലിയാണ്
ചാടിയിറങ്ങി വന്നിട്ട് ജറാഹ് എന്ന് പറയുന്ന തന്റെ സ്വന്തം പിതാവുമായിട്ട് ഘോരഘോരം യുദ്ധം നടത്തുകയാണ്. വാൾത്തലപ്പുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ചിൽച്ചിലി ശബ്ദം കേട്ടുകൊണ്ടിരുന്നപ്പോ സഹാബികൾ എല്ലാവരും തലകുനിച്ചു. അള്ളാന്റെ റസൂല് കണ്ണടച്ചു. എന്തായി കാണുന്നേ? വാപ്പയും മോനും തമ്മിലുള്ള അടിയ. രണ്ടിലൊന്നും മയ്യത്ത്, അതിൽ ഒരു സംശയമില്ല. കണ്ണു തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു തലയിതാ അന്തരീക്ഷത്തിലൂടെ പൊങ്ങിപ്പോയി. അള്ളാന്റെ റസൂല് നോക്കിയത് ആരുടെയാണ്? വാപ്പയുടേതാണോ മകന്റെതാണോ? അള്ളാന്റെ റസൂല് സഹാബികളെ നോക്കി സുബ്ഹാനല്ലാഹ്, ജറാഹിന്റെ തലയല്ലേ, അബൂബൈദത്തിന്റെ വാപ്പയുടെ തലയല്ലേ ആ പറക്കുന്നത്? സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. അള്ളാന്റെ റസൂലിന്റെ മുമ്പ് രക്തത്തിൽ കുളിച്ചു ചുമന്ന കളറോട് അബൂബൈദ റളിയല്ലാഹു തആല അൻഹു വന്ന് സലാം പറയുമ്പോ മുത്തുനബി നോക്കുന്നില്ല. അബൂബൈദന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അബൂബൈദന്റെ മുഖത്തേക്ക് കണ്ടുകൊടുക്കുന്നില്ല. അള്ളാന്റെ റസൂൽ എന്നോട് പിണങ്ങിയോ? ഞാൻ ചെയ്തത് എന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ലയോ? ഞാൻ ചെയ്തത് എന്റെ റസൂലിന് ഇഷ്ടമായില്ലയോ? അബൂബൈദ പള്ളിയുടെ തിണ്ണയുടെ തോടിന്റെ മറവിലിരുന്നു കൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കിടന്നപ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ത്തിൽ നിന്ന് പറന്നിറങ്ങി അള്ളാന്റെ ഹബീബിന്റെ വീതിയുള്ള നെറ്റിപ്പടം വിയർപ്പിച്ചുകൊണ്ട് മുഖറബുൽ അംലാക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓതിക്കൊടുത്തു, നബിയേ, അബൂബൈദ ആരെന്നറിയോ? അബൂബൈദ ആരെന്നറിയോ നബിയേ? അല്ലാഹുവിന്റെ വിശ്വാസത്തിന്റെ മാധുര്യം നുകർന്നവനാ, ആ വിശ്വാസം കൊണ്ട് വിധിക്കപ്പെട്ടവനാ. ഉലായിക ഹിസ്ബുല്ലാഹ്, അലോ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. നബിയേ, നിങ്ങൾ വെറുക്കണ്ട നബിയേ, നിങ്ങൾ മുഖം തിരിക്കണ്ട നബിയേ. അബൂബൈദ അള്ളാന്റെ പാർട്ടിയിൽപ്പെട്ടയാളാ. അബൂബൈദ പ്രവാചകന് ജീവനക്കാർ സ്നേഹിക്കുന്നയാളാ. അതുകൊണ്ട് നബിയേ, അബൂബൈദ ചെയ്തത് അള്ളാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്ന നബിയേ. വാപ്പയുടെ തലയെടുത്ത മോന് സർട്ടിഫിക്കറ്റ് വിശുദ്ധ ഖുർആൻ കണ്ടോ? വാപ്പയുടെ തലയെടുത്ത മോനെ അള്ളാഹുവിന്റെ ആദരവ്, അള്ളാഹുവിന്റെ കയ്യൊപ്പ്. വാപ്പാന്റെ തല വെട്ടിയ മോന് എന്തിനു വെട്ടിയതാ? മായാവി കാണാൻ വിടാത്തത് കൊണ്ടല്ല, ഉമ്മയുടെ താലി അറുത്തു കൊടുക്കാത്തോണ്ടല്ല, ആഗ്രഹിച്ച പെണ്ണിൻ പിള്ളെ കെട്ടിച്ചു കൊടുക്കാത്തോണ്ടല്ല, അതിനുവേണ്ടിയാ ഇന്ന് വാപ്പമാരെ വെട്ടിവരത്തുന്നേ. അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, വിശുദ്ധ ഇസ്ലാം അവർ അംഗീകരിച്ചത് അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചതിന്റെ പേരില്ല. നമ്മളും അങ്ങനെ സ്നേഹിക്കണം. അതൊക്കെയാണ് ഈമാനിന്റെ മാധുര്യം എന്ന് വരുന്ന മോമിനീങ്ങളുടെ അടയാളം. അതാ അള്ളാന്റെ റസൂലിനെ തെറിവിളിക്കുന്നവരല്ല, അള്ളാന്റെ റസൂലിനെ പരിഹസിക്കുന്നവരല്ല, പ്രവാചകൻ നിന്നുമെടുക്കുന്നവരാണെന്ന് പറയുന്നവരല്ല, അള്ളാഹുവിന്റെ റസൂലിനെ അത്തഹിയാത്തിൽ ഓർക്കുന്നത് കഴുതയെ ഓർക്കുന്നത് പോലെയാണെന്ന് പ്രസംഗിക്കുന്നവരല്ല. അവർക്കൊരിക്കലും ഈമാനില്ല. അവരുടെ നെറ്റിപ്പിളത്തിന് നിസ്കാരത്തിന്റെ തഴമ്പ് വെട്ടുകത്തി കൊണ്ട് വെട്ടിയതുപോലെ അടയാളമായി കിടന്നാലും വല്ലാഹിയക്ക് അവന്റെ ദുനിയാവും ആഖിറവും പോയി, അതിലൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ആ ഒരു രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും അങ്ങനെയാണല്ലോ. എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പാറപ്പുറത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ അറിയുക നീയൻ അറിവിൻ പതിയെ ഹരനുടെ തിരുമകനെ. ഇത് നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളത് കേട്ട് മനസ്സിൽ ഇങ്ങനെ ശത്രുതയില്ലാതെ നമ്മളത് കേട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉസ്താദേ, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉസ്താദേ, അവര് രാവിലെ മുതൽ പാട്ടിടും പരിപാടിയിടും. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള അർഹതയുണ്ട്. അതുകൊണ്ടാ ഈജിപ്തില് ഇന്നത്തെ അവസ്ഥ പോലെ അല്ലായിരുന്നു. ചിലർക്ക് മാത്രം ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം, മറ്റു ചിലർക്ക് അതിന് അസ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു. അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന ഈമാൻ തുളുമ്പുന്ന ബഹുമാന്യനായ സഹാബി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ ഈജിപ്തിന്റെ മധ്യഭാഗത്തായി, കമ്പോളത്തിന്റെ മധ്യഭാഗത്ത്, അന്ന് ഏറ്റവും കൂടുതൽ അവിടെ ക്രൈസ്തവരായിരുന്നു. കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ
ക്രിസ്ത്യാനികൾ വന്ന് നോക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്കിന്റെ ഭാഗം കാണാനില്ല, ആരോ ഛേദിച്ചു കൊണ്ടുപോയി. അവർക്ക് ഒരൊറ്റ തീരുമാനം, എല്ലാവരും കൂടി വളഞ്ഞിരുന്നിട്ട് പറഞ്ഞു, അത് ചെയ്തതാരാ? മുസ്ലിങ്ങളാ ചെയ്തത്. അത് ചെയ്തതാരാ? അത് മുസ്ലിങ്ങളാ. ഒരൊറ്റ അഭിപ്രായം ചെയ്തു, ഒരേ ഒരു അഭിപ്രായം, അത് മുസ്ലിങ്ങളാ. അതിനപ്പുറത്തേക്ക് ആരുമില്ല. ഇന്ന് ലോകത്തും അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രശ്നം വന്നാലും മുസ്ലിങ്ങളാ. എവിടെ പ്രശ്നമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും തെറ്റുണ്ടായാലും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വർഗമായി, എന്നും ഏറ്റുവാങ്ങാൻ മാത്രമുള്ളവരായി, അടികിട്ടേണ്ടവരായി, അതപ്പൊതിക്കേണ്ടവരായി, ചവിട്ടിച്ചാട്ടേണ്ടവരായി മാത്രം മുസ്ലിം സമുദായം മാറാൻ പാടില്ല. അങ്ങനെ മാറാതിരിക്കാനാണ് ഈമാനിന്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ക്രൈസ്തവര് വന്നിട്ട് പറഞ്ഞു, അംറേ, അല്ലയോ ഖലീഫ, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്ക് തകർത്തത് മുസ്ലിങ്ങൾ തന്നെയാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിങ്ങൾ അത് ചെയ്യൂലല്ലോ, ഞാൻ അറിയാതെ മുസ്ലിങ്ങൾ ചെയ്യൂല, അവരെന്ത് ചെയ്താലും എന്റെ അനുവാദം അവർ ചോദിക്കും, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കളവാണ്. അവര് പറഞ്ഞു, അംർ ബിൻ ആസ്, ഒരിക്കലും നിങ്ങൾ പക്ഷപാതിത്വം നിന്ന് സംസാരിക്കാൻ പാടില്ല. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല ചിന്തിച്ചതാ. കാരണം എന്താ? ഞാൻ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തു പോയാൽ എന്റെ ഭരണത്തെ അത് ബാധിക്കും. അതുകൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, ചർച്ചയൊന്നും വേണ്ട, ഞാൻ സമ്മതിച്ചു, മുസ്ലിങ്ങളാ ചെയ്തേ. എന്താ പരിഹാരം? അതിനെന്താ പരിഹാരം വേണ്ടേ? അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവര് പറഞ്ഞു. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആദ്യം അഭിപ്രായം പറയാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മനോഹരമായ ഒരു മൂക്ക് ഞാൻ നിങ്ങളുടെ ദൈവത്തിന് വെച്ച് പിടിപ്പിക്കാം. അവര് പറഞ്ഞു, അത് വേണ്ട, ദൈവത്തെ പുതുക്കി പണിയാനെന്ന് നിൽക്കണ്ട. ശരി, എന്നാൽ ആ ദൈവത്തെ നിങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കോ, വേറൊരു അതുപോലെ ഒരു ദൈവത്തെ ഞാൻ തന്നെ എന്റെ ചെലവിൽ പണിഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കാം. അവര് പറഞ്ഞു, അതും വേണ്ട, ആ പരിപാടിയും വേണ്ട. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല ചോദിച്ചു, പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ? നിങ്ങൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാക്കരുത്, പിന്നെന്താ ഞാൻ ചെയ്യണ്ടേ? അവര് പറഞ്ഞു, അല്ലയോ അംർ ബിൻ ആസ്, ഞങ്ങളൊരു അഭിപ്രായം പറയാം. നിങ്ങളുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ, സലാത്ത് പോരാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതിമ ഞങ്ങൾ ഉണ്ടാക്കും. ഇന്ന് രാത്രി ഞങ്ങൾ അത് ഉണ്ടാക്കും. നാളെ രാവിലെ ഞങ്ങളത് കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ട് ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ നാട്ടിലുള്ള, ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മറ്റു മതത്തിലുള്ളവരെയും ഞങ്ങൾ വിളിച്ചു കൂട്ടും. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മുഹമ്മദിന്റെ പ്രതിമയുടെ മൂക്ക്, അതിന്റെ കണ്ണ്, അതിന്റെ കൈകാലുകള് വെട്ടി 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 അരിഞ്ഞ് കമ്പോളം നിറയെ ഞങ്ങൾ വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ വിറച്ചുപോയി. അല്ലാഹുവിന്റെ ഹബീബ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഹബീബ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മാരടത്തിലേക്ക് പറന്നു വന്ന അസ്ത്രം ദൂരെ നിന്ന് നോക്കി നിന്ന സഹാബി അല്ലാഹുവിന്റെ നബിയുടെ മുമ്പിലേക്കാണ് ശത്രുക്കൾ എഴുതി വിട്ട അസ്ത്രം വരുന്നത്. അതവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് പറന്നെത്തണമെന്ന് പറഞ്ഞ് ഒരു പറവയെ പോലെ അസ്ത്രത്തെക്കാളും വേഗത്തിൽ ഓടിച്ചെന്ന് സ്വന്തം മാരടത്തിലേക്ക് അസ്ത്രം ഏറ്റുവാങ്ങിയ സഹാബത്തിന്റെ അനുയായിയാണ് ഞാൻ. എന്റെ ഹബീബിന്റെ പ്രതിമയുണ്ടാക്കിയിട്ട് അവഹേളിക്കുകയോ? അദ്ദേഹം ചോദിച്ചു, പ്രതിമയെ ഞങ്ങൾ ഉണ്ടാക്കണ്ട, അതിന് പകരം നിങ്ങൾക്ക് ഞാനൊരു ജീവനുള്ള ശരീരം തരട്ടെയോ? അവർ ചോദിച്ചു, ആരാണ് ആ ശരീരം? അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പുപ്പയെ പിടിച്ച് നമുക്ക് തന്നിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ കരുതണ്ട. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവൻ അല്ലാഹുവിന്റെ ഹബീബിനെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്നവനാണ്. ആരാണെന്ന് അവർ ചോദിച്ചപ്പോ പറഞ്ഞു, അത് ഈ അംർ തന്നെയാണ്, ഈ അംർ തന്നെയാണ്. എന്നെ കൊണ്ടുവയ്ക്കോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രതിമ ഉണ്ടാക്കണ്ട, എന്നെ കൊണ്ടുവയ്ക്കോ. എന്നെ കൊണ്ടുപോയി കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ അടുത്തുകൊണ്ട് നിർത്തിക്കോ. ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും നിങ്ങൾ വിളിച്ചു കൂട്ടിക്കോ, ആബാലവൃദ്ധം ജനങ്ങളെ നിങ്ങൾ വിളിച്ചു കൂട്ടിക്കോ. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ മൂക്ക് ഛേദിച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൈയും എന്റെ കാലും എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വെട്ടിയെരിഞ്ഞ് കമ്പോളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളെ സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. എല്ലാവരും വിളംബരം നടത്തി, ചർച്ചുകളിലും പള്ളികളിലും ചർച്ചയായി. പിറ്റേന്ന് രാവിലെ എല്ലാ ജനങ്ങളും കമ്പോളത്തിന്റെ 4 ഭാഗത്തും ഒരുമിച്ച് കൂടി. മുസ്ലിം സമുദായം നിറകണ്ണുകളോടെ, ഉമ്മമാരും സഹോദരിമാരും നിറകണ്ണുകളോടെ, അല്ലാഹുവേ
ഞങ്ങളുടെ അംറുബില്ലാസിനെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു തന്ന, മുത്തുനബിയോടുള്ള സ്നേഹം നമുക്ക് പകർന്നു തന്ന അംറാണ് റബ്ബേ. അള്ളാന്റെ ഹബീബിന്റെ കരിങ്കല്ലിൽ തീർത്ത ഒരു പ്രതിമയുണ്ടാക്കുന്നതിന് പകരം എന്റെ ശരീരം ഞാൻ തരാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരം കൊടുക്കാൻ മനസ്സ് കാണിച്ച അംർ അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചത് തെറ്റാണോ റബ്ബേ? ആ അംറിന്റെ സേവനം ഒത്തിരി നാളുകൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായം ഒരുപാട് പൊട്ടിക്കരന്ന് വേദനിച്ച് പ്രയാസപ്പെട്ടു. അംർ റളിയല്ലാഹു തആല കുളിച്ചൊരുങ്ങി വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് നടന്നു വരികയാണ്. ക്രിസ്ത്യാനികൾ കൊണ്ടുവരുന്നു അംറുബില്ലാസിനെ. ആ ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന അംറുബില്ലാസ് റളിയല്ലാഹു തആല അൻഹുവിനെ യേശു ക്രിസ്തുവിന്റെ മാർബിൾ പ്രതിമയുടെ കല്ല് പ്രതിമയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. ഒരു പ്രതിമ പോലെ അംറുബില്ലാസ് റളിയല്ലാഹു തആല അൻഹു നിലയുറച്ചു പോയി. അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളും ആവേശത്തോടെ നോക്കി. ക്രൈസ്തവരതാ കൈയടിക്കുന്നു, ക്രിസ്ത്യാനികളതാ പാട്ട് പാടുന്നു, ജൂതന്മാരതാ ആഘോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. മുസ്ലിങ്ങളോ അവര് വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി, അവര് വല്ലാതെ വേദനിച്ചു പോയി. ഈ അംറുബില്ലാസിന് വേണ്ടി നിറകണ്ണുകളോട് അവര് പ്രാർത്ഥന തുടങ്ങി. അവസാനമതാ ഊരിപ്പിടിച്ച തിളങ്ങുന്ന സൂര്യപ്രകാശം കൊണ്ട് വെട്ടിപ്രകാശിക്കുന്ന ഒരു മൂർച്ചയേറിയ തിളങ്ങുന്ന വാളും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാറെ ചുണക്കുട്ടനിതാ നടന്നു വരികയാ. ഓരോ ചുവട്ടടി മുമ്പോട്ട് വെക്കുമ്പോ ക്രൈസ്തവരും ജൂതന്മാരും കൈയടിച്ചുകൊണ്ട് അവർക്ക് ഓശാന പാടിക്കൊടുക്കുമ്പോ മുസ്ലിങ്ങൾ കണ്ണടയ്ക്കുകയാ. ഞങ്ങൾക്കത് കാണാൻ വയ്യ റബ്ബേ. ഞങ്ങളുടെ അംറിന്റെ തല അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അന്തരീക്ഷത്തിലൂടെ പറന്നു പൊങ്ങുന്നത് കാണാ ഞങ്ങൾക്ക് കൽബില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിക്കരന്നുകൊണ്ടിരിക്കുമ്പോ ആ ക്രിസ്ത്യാനിയാറെ മനസ്സിലതാ ഊരിപ്പിടിച്ച വാളും കൊണ്ട് ഓരോ സെക്കൻഡുകളെയും അടുപ്പെടുത്തു വരികയാ. അംറുബില്ലാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തുകയാ. ഇനി 2-3 ചുവട്ടടി കൂടി വെച്ചാ ആ ചുവട്ടടി വെച്ചിട്ട് തന്നെ വലതു കൈ ഒന്ന് പൊക്കിയാ ആ വാൾ വന്ന് നിലം പറിക്കുന്നത് അംറിന്റെ തലയിലാ. അത് കാണാക്കടയാതെ മുസ്ലിം സമുദായത്തിന്റെ തുടക്കുട്ടന്മാർ നെഞ്ചടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാ. ആ ക്രിസ്ത്യാനിയാ സഹോദരിതാ ഉസിരോടെ ആവേശത്തോടെ ഭയപ്പാടില്ലാതെ സന്തോഷത്തോടെ മുദ്രാവാക്യം വിളികൾക്ക് പിറകെ ഇംഗ്ലോബ് വിളികൾക്ക് പിന്നാലെ ഊരിപ്പിടിച്ച വാളുപാട് കടന്നു വന്നിട്ടോ അംറുബില്ലാസിന്റെ നേർക്ക് നേരെ എത്തുകയാ. ഇനി ഒരു ചുവട്ടടി കൂടി മുമ്പോട്ട് വെച്ചാൽ, ഇനി ആ വലതു കൈ ഒന്ന് പൊക്കിപ്പിടിച്ചാൽ, ആ കൈയൊന്ന് താഴ്ത്തപ്പെട്ടാൽ അംറുബില്ലാസിന്റെ ശിരസ് എവിടെയെന്ന് നോക്കിയാ മതിയല്ലോ. അതാ നിമിഷങ്ങളുടെ വ്യത്യാസമാണ്. സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാതെ ആവേശത്തോടെ നോക്കി നിൽക്കുമ്പോ ക്രിസ്ത്യാനിയായ സഹോദരൻ അംറുബില്ലാസിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. മരിക്കാൻ പോകുന്ന, തലയെറുക്കാൻ പോകുന്ന, തലയെറുക്കപ്പെടാൻ പോകുന്ന, കശാപ്പ് ചെയ്യപ്പെടാൻ പോകുന്ന ആ മനുഷ്യന്റെ മുഖം ഒന്ന് നോക്കി, ആ കണ്ണൊന്ന് നോക്കി. അവിടെ പേടിയുണ്ടോ എന്ന് നോക്കി. എവിടെയാ പേടി, എവിടെയാ ഭയപ്പാട്? ജീവനും ജീവിതവും പടച്ചോന്റെ വീടിന് വേണ്ടി മാറ്റിയ അംറുബില്ലാസ് ആരെയാ പേടിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിരിഞ്ഞ സമയം മുതൽ സ്വർഗത്തിന്റെ പച്ചക്കോട്ടണിഞ്ഞ് ശുഹദായിന്റെ പച്ചക്കോട്ടണിഞ്ഞിട്ടോ സ്വർഗത്തിന്റെ തെളിനീരാസ്വദിക്കുന്ന പാറിപ്പറക്കുന്ന പക്ഷിയാക കൊതിയോടെ കാത്തിരിക്കുന്ന അംറിന് പേടിയില്ല, ഭയപ്പാടില്ല, വൈഷമ്യതകളില്ല. തന്റെ ഇടത്തോടെ നോക്കി ആവേശം പുരിക്കുന്ന ഈമാനിന്റെ മാധുര്യം നിറഞ്ഞ കണ്ണുകള് അംറുബില്ലാസ് റളിയല്ലാഹു തആല ഇമവട്ടാറ് നോക്കിക്കൊണ്ടിരുന്നു. ഒരു വിട്ടുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്രിസ്ത്യാനിയായ സഹോദരൻ വാളം ഉയർത്തിപ്പിടിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഉയർത്തിപ്പിടിച്ച വാൾ അന്തരീക്ഷത്തിലൂടെ വലിച്ചെറിഞ്ഞു. അംറുബില്ലാസിന്റെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ആ
ക്രിസ്ത്യാനിയായ സഹോദരൻ പറഞ്ഞു പോയി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എനിക്ക് നിങ്ങളുടെ മുഹമ്മദ് നബിയെ വേണമല്ലോ, എനിക്ക് നിങ്ങളുടെ മതം വേണമല്ലോ, എനിക്ക് നിങ്ങളുടെ ഇസ്ലാം വേണമല്ലോ. അയാള് മാത്രമല്ല, അവിടെ കൂടി നിന്ന ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളോ അവരുടെ രണ്ട് കയ്യും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഉച്ചത്തിൽ അവർ വിളിച്ചു പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിയെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാ സ്നേഹിക്കണ്ടേ. 10 ബാനർ കെട്ടുമ്പോ സ്വർഗത്തിൽ പോകാമെന്ന് കരുതണ്ട. അള്ളാന്റെ റസൂലിന്റെ പേരില് അല്ലേ എന്ത് കോപ്രായങ്ങളും കാട്ടിക്കൂട്ടിയിട്ട് ആ സ്നേഹം അവകാശപ്പെടാം എന്ന് നിങ്ങൾ കരുതണ്ട. ഇങ്ങനെ സ്നേഹിക്കണം. റസൂലുള്ളാഹിക്ക് വേണ്ടി മരിക്കണം, അള്ളാന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പ്രവാചകന്റെ ചര്യകളെ കുറ്റം പറയുന്നവര്, പ്രവാചകനെ എതിർക്കുന്നവര്, പ്രവാചകന്റെ സലാത്തിനെ എതിർക്കുന്നവര്, അവരെ ഇതേ ആവേശത്തോടെ നമ്മൾ നേരിടണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്.